ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് മുട്ട പൊള്ളിച്ചതാണ്. നമ്മൾ മീനൊക്കെ പൊള്ളിച്ച് തയ്യാറാക്കുമല്ലോ, അതിന് പകരം മീനിന് പകരം നമ്മളിത് മുട്ട ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. നമുക്ക് ആദ്യം ആവശ്യമുള്ള മുട്ട പുഴുങ്ങാനായിട്ട് ഇടാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മുട്ട ഇട്ട് കൊടുക്കാം. ഒരു 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇട്ടിരുന്ന മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി മുട്ടയെല്ലാം നമുക്കൊന്ന് മാറ്റി വെക്കാം. തണുത്ത് വന്നതിന് ശേഷം അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണേ. അതിനുശേഷം ഞാനൊരു പാന് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് വന്നപ്പോഴേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് പൊളിച്ചു വെച്ചിട്ട് ഒന്ന് വരഞ്ഞെടുത്തിട്ടുള്ള മുട്ടയാണ്. ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 മിനിറ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ. മസാലയെല്ലാം മുട്ടയിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അത്രയും സമയം മതി. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. മുട്ടയെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈങ് പാനിലോട്ട് തന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അത്രയും സമയം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ ഇച്ചിരി കടുകിട്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എണ്ണയ്ക്കകത്ത് കടുകിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. അത് ഞാനതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോഴാണ് കടുക് ഇട്ട് കൊടുക്കുന്നത്. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറി എടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആവിയിലിരുന്ന് ആ സവാള നന്നായിട്ട് വെന്തും വരും, നന്നായിട്ട് വഴന്നും കിട്ടുമേ. അപ്പോൾ ഇതാ ഞാൻ അടച്ച് വെച്ച് കൊടുക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. അപ്പോൾ ഇതാ ഈ നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വേണ്ടുന്നത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ സവാള മൂടി വെച്ച് വേവിച്ചതുപോലെ തന്നെ ഇതും നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വഴന്ന് വരും. നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് വഴന്ന്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സോറി കേട്ടോ. അപ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാമേ. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പൊടികളോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പം എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം, കൂടിപ്പോലെ. 1/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് പോയി കിട്ടണം. ഫ്ലെയിമിൽ ഓയിലിട്ടിട്ട് വേണം ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കാനേ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്.
ഇത്രയും മതി കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി മാറ്റി വെക്കാം. അതിനുശേഷം ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് വാട്ടി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ആദ്യം കുറച്ച് മസാല ആ വാഴയിലയിലോട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം മസാലയൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാമേ. മസാലയെല്ലാം ഒന്ന് ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന മുട്ടയുണ്ടല്ലോ, ഞാനത് രണ്ടായിട്ടൊന്ന് കീറി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ മസാലയുടെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി റെസിപ്പി കേട്ടോ. ഇതുപോലെ മുട്ടയെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. മസാലയെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് മുട്ടയുടെ മുകളിൽ. ഇനി ഇതിൻ്റെ മുകളിൽ 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ പൊതിഞ്ഞെടുക്കുക കേട്ടോ. ഞാൻ ഇതുപോലെയാണ് പൊതിഞ്ഞെടുക്കുന്നത്. മസാലയൊന്നും വെളിയിൽ പോകാത്ത രീതിയിൽ വേണം കവർ ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ എന്നിട്ട് ഇത് ആ വാഴയിലയുടെ തന്നെ നൂലെടുത്തിട്ടൊന്ന് കെട്ടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചരടെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കെട്ടിയെടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് കെട്ടി വെക്കാം. മസാലയൊക്കെ ഒന്ന് പുറത്ത് പോകാതെ ഇല തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത്, കെട്ടിയെടുക്കുന്നത്. എല്ലാം ഒന്ന് കെട്ടി 2 സൈഡും നന്നായിട്ടൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ അങ്ങ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് പ്രസ്സായിട്ടിരുന്നാലേ മുരിഞ്ഞ് കിട്ടുകയുള്ളൂ. ഉള്ളിലുള്ള മസാലയെല്ലാം നന്നായിട്ടൊന്ന് ആവിയിൽ കുക്കായിട്ട് കിട്ടുകയുള്ളൂ. ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡും തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു സൈഡ്. ഇനി മറ്റേ സൈഡും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണേ. ആ സൈഡൊന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ വാഴയിലയുടെയും മസാലയുടെയും ഒക്കെ നമ്മുടെ മുട്ട പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് നാക്കി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള, വെറുതെ പറഞ്ഞാലോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് അതിൻ്റെ ആ കെട്ടി വെച്ചിരുന്നതെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമാണ് ആ വാഴയില. നമുക്കറിയാമല്ലോ, വാട്ടുമ്പോൾ തന്നെ ഒരു നല്ല മണം ഉണ്ടാവുമല്ലോ. അതും ആ മസാലയുടെയും മുട്ടയുടെയും ഒക്കെ സ്മെല്ല് വരുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മുടെ മുട്ട പൊളിച്ചിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കുക്കായിട്ടും വന്നിട്ടുണ്ട്. നമുക്ക് പൊറോട്ടയുടെ കൂടോ ചപ്പാത്തിയുടെ കൂടോ ബ്രെഡിൻ്റെ കൂടോ ചോറിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡിഷാണ്. അപ്പം ഞാനിത് ബ്രെഡിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.